നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ കൂടുതൽ മികവ് കാണിച്ചു. സംസ്ഥാനത്ത് 4-ാം ഗ്രേഡ് കിലോ 242 രൂപയായും 5-ാം ഗ്രേഡ് 238 രൂപയായും കയറി. ജപ്പാനിൽ റബ്ബർ വില കിലോ 401 യെന്നിലാണ്. ബാങ്കോക്കിൽ നിരക്ക് 257 രൂപ. അപ്പോൾ റബ്ബർ വില ഓരോ ദിവസവും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ വില 260 രൂപ എത്തുമെന്നുള്ള കണക്കുകൂട്ടലാണ് കർഷകരും വ്യാപാരികളും. അപ്പോൾ ഒട്ടുപാലിൻ്റെ വിലയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. റബ്ബർ വില കൂടിയെങ്കിലും കർഷകരുടെ കയ്യിൽ ആരുടെ കയ്യിലും സ്റ്റോക്കില്ല. ഇപ്പോൾ റബ്ബർ വില കൂടിയത് കണ്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ടാപ്പിങ്ങിന് ഇറങ്ങി റബ്ബർ ഷീറ്റാക്കി വരാൻ കുറേ ദിവസങ്ങളെടുക്കും. അപ്പോൾ നമ്മൾ ഈ ഷീറ്റുമായിട്ട് വിപണിയിലോട്ട് ചെല്ലുമ്പോൾ റബ്ബർ വില വീണ്ടും കുറഞ്ഞു പഴയതുപോലെ ആകുമോ എന്നുള്ള ആശങ്കയിലാണ് റബ്ബർ കർഷകരിൽ പലരും. വിപണിയിൽ ഉത്സാഹം. കുരുമുളകിന് വീണ്ടും വില കൂടി. ആഭ്യന്തര സുഗന്ധവ്യഞ്ജന വ്യവസായികൾ കുരുമുളക് സംഭരണത്തിന് ഉത്സാഹിച്ചതോടെ തുടർച്ചയായ ദിവസങ്ങളിൽ ഉൽപ്പന്ന വില വർദ്ധിച്ചു. ഹൈറേഞ്ചിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും കുരുമുളകിന് വിൽപ്പനക്കാർ കുറവാണ്. ഉത്തരേന്ത്യയിൽ ഉത്സവ സീസൺ അടുക്കുന്നതോടെ നിരക്ക് കൂടുതൽ ആകർഷകമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെയും കർണാടകത്തിലെയും കർഷകർ. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില 703 രൂപ കിലോയ്ക്ക്, ഗാർബിളിന് 723 രൂപയിലും വിപണനം നടന്നു. സൗത്ത് ഇന്ത്യ ഗ്രീൻ കാർഡമത്തിൽ നടന്ന ഏലക്ക ലേലത്തിൽ മൊത്തം 65,651 കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ 55,535 കിലോയും വാങ്ങലുകാർ ഉത്സാഹിച്ചു ശേഖരിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 3,271 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,725 രൂപയിലും കൈമാറി. ആഭ്യന്തര വാങ്ങലുകാർക്ക് പുറമെ കയറ്റുമതിക്കാരും ഏലക്ക സംഭരിക്കാൻ രംഗത്തുണ്ട്. പകൽ താപനില ഉയർന്നതോടെ ഒട്ടുമിക്ക തോട്ടങ്ങളും വരൾച്ചാ ഭീഷണിയിലാണ്. ജലസേചന സൗകര്യമുള്ള ചുരുക്കം ചില തോട്ടങ്ങൾ താൽക്കാലികമായി പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.